ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ താത്കാലിക നഴ്സിംഗ് ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തി. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വ്യാജ സർക്കുലർ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. തിരുവനന്തപുരം പട്ട് സ്വദേശി അനിൽകുമാറിനെ ആലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻമന്ത്രി ഇ പി ജയരാജന്റെ പേഴ്സണൽ സ്റ്റാഫ് എന്ന വ്യാജേനയാണ് ഇയാൾ ഉദ്യോഗാർത്ഥികളെ സമീപിച്ചത്. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഉണ്ടാകുന്ന സ്റ്റാഫ് നഴ്സ് ഒഴിവിലേക്കാണ് നിയമനമെന്നാണ് ഇയാൾ വാഗ്ദാനം ചെയ്തത്. തുടർന്ന് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പലപ്പോഴായി നേരിട്ടും ബാങ്ക് അക്കൗണ്ട് മുഖേനയും 2.5 ലക്ഷം രൂപ തട്ടിയെടുത്തു. ആ പുതിയ ബിൽഡിങ്ങിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ 3 ലക്ഷം രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. പിന്നെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറിന്റെ ഒരു സർക്കുലർ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? അല്ല, അത് വ്യാജമായിട്ട് തയ്യാറാക്കിയതാണ്. അയാൾ തയ്യാറാക്കിയിട്ട് ഇയാളുടെ മോഡസ് എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ ഓഫീസുകളിൽ ചെന്നിട്ട് ഇവരെ കൊണ്ട് പരിചയപ്പെടുത്തുന്ന രീതിയിൽ ചെല്ലും. പക്ഷെ ആ ഓഫീസിലെ സ്റ്റാഫിനൊന്നും യാതൊരു ബന്ധമില്ല. അങ്ങനെ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അക്കൗണ്ടിലേക്ക് പൈസ വാങ്ങിച്ചത്. ഇപ്പം നിലവിൽ 2 പരാതിയുണ്ട്. നമ്മളിപ്പോൾ 2ാമത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. നിയമന അറിയിപ്പ് അടക്കം വ്യാജമായി തയ്യാറാക്കിയ പ്രതി ജോലിയിൽ പ്രവേശിക്കുന്ന ദിവസം ബാക്കി തുക കൂടി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ദിവസം പ്രതിയെ കാണാതായതോടെ സംശയം തോന്നിയ ഉദ്യോഗാർത്ഥികൾ ആശുപത്രിയിൽ ബന്ധപ്പെട്ടതോടെയാണ് കബളിപ്പിക്കപ്പെട്ട വിവരം തിരിച്ചറിഞ്ഞത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും എറണാകുളത്ത് ഒളിവിൽ താമസിച്ചിരുന്ന പ്രതിയെ പിടികൂടുകയുമായിരുന്നു. ന്യൂസ് മലയാളം, ആലപ്പുഴ.